ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് നമ്മൾ ബാറ്ററീസിനെ കുറിച്ച് പഠിച്ച്, ലെഡ് ആസിഡ് സെല്ല് ബാറ്ററീസ്. അതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ജനറേറ്റേഴ്സ്, AC ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ DC ജനറേറ്റേഴ്സ് എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പൊ ഈ AC ജനറേറ്ററും DC ജനറേറ്ററും ഒക്കെ എന്താണ്? ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ്. അതായത് എന്താണ് AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ AC ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. DC ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ മോട്ടോഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ മോട്ടോർ പല സ്ഥലങ്ങളിൽ നമ്മൾ മോട്ടോഴ്സ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റിൽ മോട്ടറുണ്ട്, നമ്മുടെ ഫാനിൽ മോട്ടറുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു AC മോട്ടറാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് DC മോട്ടോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ഒരു DC മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മോട്ടറിലോട്ട് നമ്മൾ എന്താ കൊടുക്കുക? നമ്മളെന്താ സാധാരണ ഒരു മോട്ടോർ എങ്ങനെ വർക്ക് ചെയ്യുക? നമ്മൾ അതിലോട്ട് ഒരു കറണ്ട് കൊടുക്കും, അന്നേരം എന്ത് സംഭവിക്കും? അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? അതായത് ഒരു ഇലക്ട്രിക്കൽ എനർജിനെ ഒരു റൊട്ടേഷണൽ എനർജി അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? മോട്ടോർ എന്ന് പറയാം. അതായത് ഒരു ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു മെഷീനെയാണ് നമ്മൾ മോട്ടോർ എന്ന് പറയാം. അപ്പൊ ഒരു DC മോട്ടോർ എന്തായിരിക്കും? ഒരു DC മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു DC ഇലക്ട്രിസിറ്റി, ഒരു DC ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രിസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? അതൊരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് മെഷീൻസിനെ നമ്മൾ എന്ത് പറയാം? DC മോട്ടോർ എന്ന് പറയാം. A DC motor is an electrical machine that converts direct current electrical into mechanical energy. ഒരു DC മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC മോട്ടോഴ്സ് വർക്ക് ബേസ്ഡ് ഓൺ ലോറൻസ് ലോ. അതായത് ലോറൻസ് ലോ എന്ന് പറഞ്ഞൊരു തിയറി ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങൾ ഈ ലോറൻസ് ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ഈ ലോ എന്ന് കുറിച്ച് നിങ്ങൾ കൺഫ്യൂസ് ആവുന്നു വേണ്ട. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ലോയുടെ ഒരു ചെറിയ ചേഞ്ച് വരുന്ന സംഭവം തന്നെ. നമ്മൾ ഓൾറെഡി നമ്മുടെ AC ജനറേറ്റർ അല്ലെങ്കിൽ DC ജനറേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ, നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിരുന്നു. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിരുന്നു. ആ ഒരു തിയറി ഉണ്ടല്ലോ, ആ ഒരു ലോന്ന് ഡിറൈവ് ചെയ്തെടുത്ത വേറൊരു ലോ, അല്ലെങ്കിൽ ആ ഒരു ലോയുടെ ഒരു വകഭേദം മാത്രമാണ് എന്ത്? ലോറൻസ് ലോ. അപ്പൊ നിങ്ങളൊരു DC മോട്ടോർ അല്ലെങ്കിൽ AC മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ നമ്മൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ലോറൻസ് ലോ എന്നാണ് പറയാറ്. അപ്പൊ എന്താണ് ലോറൻസ് ലോ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ പറഞ്ഞു ഇത് എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്, എന്തിന്ന് കണ്ടെത്തിയതാണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടെത്തിയാണ്. അപ്പൊ എന്തായിരുന്നു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? വെൻ എ കണ്ടക്ടർ കട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് EMF വിൽ ഇൻഡ്യൂസ് ഇൻ ദ കണ്ടക്ടർ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ AB എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ വെച്ച്, എന്നിട്ട് ഈ AB ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ AB എന്തിനെ കട്ട് ചെയ്യും? ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. അന്നേരം എന്ത് സംഭവിക്കും? ഈ ABയുടെ ഈ എൻഡിൽ എന്ത് സംഭവിക്കും? ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ EMF അല്ലെങ്കിൽ കറണ്ട് ഇതുവഴി പാസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു EMF ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഇതെങ്ങനെയാണ് ഇപ്പൊ സംഭവം? നമ്മുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു കണ്ടക്ടർ മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വോൾട്ടേജ് കിട്ടും, അല്ലെങ്കിൽ ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും. വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഒരു കറണ്ട് പാസ് ചെയ്യുമല്ലോ. അതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് തിരിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ്? നമ്മളൊരു കണ്ടക്ടറിലോട്ട് ഒരു കറണ്ട് കൊടുത്ത് തിരിച്ച് ചിന്തിക്കട്ടോ, ഒരു കണ്ടക്ടറിലോട്ട് ഒരു കറണ്ട് കൊടുത്തു, എന്നിട്ട് ആ കണ്ടക്ടർ കൊണ്ടുപോയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? അത് ഇതിൽ കടന്ന് മൂവ് ചെയ്യണം, അല്ലെ? ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ട് ഇത് മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ കറണ്ടിൽ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കടന്നിട്ട് അതിലൊരു ഫോഴ്സ് ഉണ്ടാവും, അത് അതുവഴി മൂവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതിനെയാണ് നമ്മൾ ലോറൻസ് ലോ എന്ന് പറയാം. അപ്പൊ എന്താണ് ലോറൻസ് ലോ? When a current carrying conductor placed in a magnetic field, it experience a mechanical force. ഇതിനാണ് നമ്മൾ ലോറൻസ് ലോ എന്ന് പറയുന്നത്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഫോഴ്സ് ഉണ്ടാവും, അത് മൂവ് ചെയ്യാൻ തുടങ്ങും, അത് മൂവ്മെന്റ് അതിന് കിട്ടും ചെയ്യും. ഇതാണ് നമ്മുടെ ലോറൻസ് ലോ. ഇതാണ് നമ്മുടെ DC മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോ ഇനി DC മോട്ടർ ഉണ്ടല്ലോ, ഈ DC മോട്ടർ ഉണ്ടാക്കുന്ന അതിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അതും നമ്മളെ DC ജനറേറ്ററും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, സെയിം ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? ആ DC ജനറേറ്ററിനെ നമ്മൾ അതിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കടന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? DC കറണ്ട് ഔട്ട്പുട്ടായി കിട്ടും. നമ്മൾ എന്ത് ചെയ്യും?
മോട്ടറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡി സി ഔട്ട്പുട്ട് എടുക്കുന്ന സ്ഥലത്ത് നമ്മളൊരു ഡി സി ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കും. അന്നേരം എന്ത് സംഭവിക്കും? ആ കണ്ടക്ടർ അതിൽ കടന്നിട്ട് കറങ്ങും ലോറൻസിൽ വെച്ചുകൊണ്ട്. ഇതാണ് ഒരു ഡി സി മോട്ടറിനകത്ത് സംഭവിക്കുന്നത്. അപ്പൊ കൺസ്ട്രക്ഷനിൽ ഒരു ഡി സി ജനറേറ്ററും ഒരു ഡി സി മോട്ടർ തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡി സി ജനറേറ്റർ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡി സി മോട്ടറായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ കണ്ടോ ഈ ഒരു ഫിഗർ, നമ്മളിത് ഡി സി ജനറേറ്റർ പഠിച്ചൊരു ഫിഗർ ആണ് അല്ലെ. അതായത് എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടർ, അതായത് നമ്മുടെ ആർമേച്ചർ ഇരിക്കുന്നുണ്ട്. ഒരു സിംഗിൾ കണ്ടക്ടർ ആയിട്ട് നമ്മൾ ആർമേച്ചറിനെ കാണിക്കുന്നു എന്ന് മാത്രം. എന്നിട്ട് അതൊരു സ്പ്ലിറ്റ് റിംഗ് ആയിട്ട്, അതായത് കമ്മ്യൂട്ടേറ്ററിനകത്തോട്ട് വരുന്നത് ഒരു ബ്രഷ് വഴി നമ്മൾ ഔട്ട്പുട്ട് പുറത്തോട്ട് എടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്ററിന്റെ കേസിൽ ഇത് ഇവിടെ കടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും, ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാം. ആ EMFനെ ഈ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചാണ് അതൊരു DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. അപ്പൊ എന്തായിരിക്കും? ഇവിടെ മെക്കാനിക്കൽ ഇൻപുട്ടും ഇവിടെ DC ഔട്ട്പുട്ട് ആയിരിക്കും ജനറേറ്ററിന്റെ കേസിൽ. എന്നാൽ നമ്മളൊരു DC മോട്ടർ ആവുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താ ചെയ്യുക? നമ്മളൊരു കറന്റ് കാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കും. അതായത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂട്ടേറ്റർ വഴി നമ്മൾ ഈ കണ്ടക്ടറിനകത്തോട്ട് ഇവിടുന്ന് ഒരു DC സപ്ലൈ, ഈ പോയിന്റ് നമ്മളൊരു DC ഇൻപുട്ട് ഇങ്ങോട്ട് കൊടുക്കും. അന്നേരം എന്തായി? ഇതൊരു കറന്റ് കാരിങ് കണ്ടക്ടർ ആയില്ല. കാരണം എന്താ? അതിലൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യും നമ്മളൊരു DC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇതെന്താ? ഒരു കറന്റ് കാരിങ് കണ്ടക്ടർ ആയി. ഈ കറന്റ് കാരിങ് കണ്ടക്ടർ എവിടെ ഇരിക്കുന്നത്? ഇതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് കാരിങ് കണ്ടക്ടർ ഇരിക്കുന്ന പോലെ. അന്നേരം എന്ത് സംഭവിക്കും? നമ്മുടെ ലോറൻസ് ലോ പ്രകാരം ഇതിനൊരു ഫോഴ്സ് കിട്ടും, ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടും. നമ്മുടെ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ ഇൻപുട്ടിനെ മെക്കാനിക്കൽ ഔട്ട്പുട്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണല്ലോ നമ്മുടെ മോട്ടർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു DC ഇൻപുട്ട് ഇവിടെ കൊടുക്കും. അന്നേരം എന്ത് സംഭവിക്കും? ഇതുവഴി കറണ്ട് പാസ് ചെയ്യും. ഇതൊരു കറന്റ് കാരിങ് കണ്ടക്ടറായി മാറി. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കറന്റ് കാരിങ് കണ്ടക്ടറാണ്. അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ട്, അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് നമ്മുടെ DC മോട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫിഗറിനെ നമുക്ക് ഇതുപോലെ വരക്കാം. ഇപ്പൊ നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫിഗർ വരക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലത്തെ ഒരു ഫിഗർ വരച്ചു വെച്ചാൽ മതി. അതായത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മുടെ ഒരു സ്പ്ലിറ്റ് റിംഗ്, അതായത് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ ഉണ്ട്. അതിലിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നുണ്ട്? ആർമേച്ചർ കണ്ടക്ടർ കണക്ട് ചെയ്യുന്നുണ്ട്. അതിലോട്ട് നമ്മളൊരു DC സപ്ലൈ, ഈ ബ്രഷ് വഴി നമ്മൾ DC സപ്ലൈ കൊടുക്കുന്നത്. അന്നേരം ഇതൊരു കറന്റ് കാരിങ് കണ്ടക്ടറായി മാറും. ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇത് റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വെൻ വി അപ്ലൈ എ DC വോൾട്ടേജ് ദ കണ്ടക്ടർ ABCD through the commutator R1 and R2, a force will experience on the conductor and the conductor starts to rotate. പിന്നെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ ഏത് റൂളാ പറഞ്ഞ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഒരു മോട്ടറിന്റെ റൊട്ടേഷൻ ഡയറക്ഷൻ കാണാൻ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ കേട്ടോ, നമ്മുടെ ഈ തമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഴ്സ്, ഈ ഫോർ ഫിംഗർ അതായത് ചൂണ്ടുവിരൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മുടെ മിഡിൽ ഫിംഗർ നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ എടുക്കും. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ നമ്മുടെ ലെഫ്റ്റ് കൈയാണ്, ലെഫ്റ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യാന്ന്, ലെഫ്റ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എങ്ങനെയാണ് ഈ ലെഫ്റ്റ് ഹാൻഡും ഉപയോഗിക്കാന്ന്. അതിന്റെ അതേപോലെ തന്നെ, പക്ഷെ നമ്മളിവിടെ ലെഫ്റ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് ഇത് റൊട്ടേഷൻ ഡയറക്ഷൻ കിട്ടാൻ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ ഈ DC മോട്ടർ ഫീൽഡ് കണക്ഷനെ ബേസ് ചെയ്തുകൊണ്ട്, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ DC ജനറേറ്ററും DC മോട്ടറും എന്താണ്? കൺസ്ട്രക്ഷനലി ഒരു വ്യത്യാസമുള്ള സെയിം ആണെന്ന്. അപ്പൊ എന്തായിരിക്കും? DC ജനറേറ്ററിനെ നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞില്ലേ? എന്തൊക്കെയാണ്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, സെൽഫ് എക്സൈറ്റഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ DC മോട്ടറിനും കൺസ്ട്രക്ഷനിൽ ആ സെയിം തന്നെ ഫീൽഡ് കണക്ഷനിൽ ഒരു 3-4 കാറ്റഗറി ഉണ്ട്. ആ സെയിം പേരാണ്, സെയിം സ്ട്രക്ചർ ആണ്. പക്ഷെ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മള് അവിടെ ജനറേറ്ററിനകത്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരുന്നു? ഇലക്ട്രിസിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു DC വോൾട്ടേജ് ആയിരുന്നു നമ്മുടെ ഔട്ട്പുട്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഇൻപുട്ടാണ്. നമ്മളൊരു മോട്ടറിലോട്ട് നമ്മൾ DC വോൾട്ടേജ് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മെക്കാനിക്കൽ ഫോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സംഭവം കാണുമ്പോൾ ജനറേറ്ററും DC മോട്ടറും സെയിം ആണ്. നമ്മുടെ പർപ്പസിനനുസരിച്ചാണ് അത് മോട്ടറായിട്ടും ജനറേറ്ററായിട്ടും മാറുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? DC മോട്ടോറിനെ അതിന്റെ ഫീൽഡ് കണക്ഷന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ആയിട്ട് 2 കാറ്റഗറിയിൽ തിരിക്കുക. ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറും, അടുത്തത് സെൽഫ് എക്സൈറ്റഡ് DC മോട്ടറും.
അപ്പൊ ഫസ്റ്റ് എന്താണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടോർ. എന്തായിരിക്കും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടോർ എന്ന് പറഞ്ഞാൽ എ ഡി സി മോട്ടോർ ഫീൽഡ് വൈൻഡിങ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ് ഈസ് സപ്ലൈഡ് ഫ്രം ആൻ ഇൻഡിപെൻഡന്റ് ഡി സി സോഴ്സസ് ഈസ് കോൾഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടോർ. അപ്പൊ നമുക്കറിയാം എന്തുണ്ടാവും, ഒരു മോട്ടറിന് ഒരു ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ആർമേച്ചർ ഉണ്ടാവും. ഈ ആർമേച്ചറിൽ എന്തുണ്ടാവും, ആർമേച്ചർ വൈൻഡിങ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ഫീൽഡിലോട്ട് ഒരു ഡി സി വോൾട്ടേജ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ആർമേച്ചറിലോട്ട് വേറൊരു ഡി സി വോൾട്ടേജ്, അതായത് ഈ രണ്ടും സെയിം ആവില്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ആ ഫീൽഡിലോട്ടും ആർമേച്ചറിലോട്ടും കൊടുക്കും. ഇപ്പൊ എന്തായി, ഈ ഫീൽഡിലോട്ട് ഒരു സപ്ലൈ കൊടുക്കുമ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ എന്തായി, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ആർമേച്ചറിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്. എന്ത് സംഭവിക്കും, ഈ ആർമേച്ചറിലെ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്തായി, ഈ ആർമേച്ചർ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറായി. ഇപ്പൊ ഇതെങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്ത് എന്തിരിക്കുന്നുണ്ട്, നമ്മുടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറായ ആർമേച്ചർ ഇരിക്കുന്നുണ്ട്. അന്നേരം എന്ത് സംഭവിക്കും, നമ്മുടെ ആർമേച്ചറിന് ഒരു ഫോഴ്സ് കിട്ടും, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് റയർലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ്. ഇത് വളരെ റയർ ആയിട്ടാണ് ഈ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് സെൽഫ് എക്സൈറ്റഡ് ഡി സി മോട്ടോർ. നമ്മൾ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സെൽഫ് എക്സൈറ്റഡ് ഡി സി മോട്ടോർ. അപ്പൊ അതിൽ 3 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയായിരുന്നു നമ്മൾ നമുക്കറിയാലോ. അതായത് ഈ സെൽഫ് എക്സൈറ്റഡ് ഡി സി മോട്ടറിൽ, ഇൻ സെൽഫ് എക്സൈറ്റഡ് ഡി സി മോട്ടോർ ബോത്ത് ഫീൽഡ് വൈൻഡിങ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ് ആർ സപ്ലൈഡ് വിത്ത് ദ സെയിം ഡി സി സപ്ലൈ. അതായത് ആർമേച്ചറിനകത്തോട്ടും നമ്മുടെ ഫീൽഡിനകത്തോട്ടും നമ്മൾ സെയിം ഡി സി സപ്ലൈ കൊടുക്കുക. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്താണ്, നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിനകത്തോട്ടും ആർമേച്ചർ വൈൻഡിങ്ങിനകത്തോട്ടും സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കുക. എന്നാൽ സെൽഫ് എക്സൈറ്റഡിൽ ബോത്ത് വൈൻഡിങ്സ്, അതായത് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങിലോട്ടും സെയിം ഡി സി സപ്ലൈ ആയിരിക്കും കൊടുക്കുക. അതായത് ഇത് എത്ര ടൈപ്പ് ഉണ്ട്, 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, ഫസ്റ്റ് ഷണ്ട് ഡി സി മോട്ടോർ, സീരീസ് ഡി സി മോട്ടോർ, കോമ്പൗണ്ട് ഡി സി മോട്ടോർ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഷണ്ട് ഡി സി മോട്ടോർ നമുക്കൊന്ന് നോക്കാം. ഷണ്ട് ഡി സി മോട്ടോർ നമുക്കറിയാം എന്താണ്. ഷണ്ട് ഡി സി മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് വൈൻഡിങ് നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഷണ്ട് ഡി സി മോട്ടോർ എന്ന് പറയാം. അതായത് നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും പാരലൽ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഡി സി വോൾട്ടേജ് ഈ ഇവിടെ കൊടുക്കും. അപ്പൊ കണ്ടോ, ഈ ഡി സി വോൾട്ടേജ് എവിടെ കിട്ടും, ഇത് ഈ 2 പോയിന്റിലും ഇതിന് കിട്ടും. അതുപോലെ തന്നെ ഈ ഡി സി വോൾട്ടേജ് ഇതുവഴി വന്നിട്ട് നമ്മുടെ ഈ ആർമേച്ചറിലും കിട്ടുന്നുണ്ട് അല്ലെ. അതായത് ഈ സെയിം വോൾട്ടേജ് തന്നെയാണ് നമ്മൾ ഫീൽഡിനകത്തോട്ടും ആർമേച്ചറിനകത്തോട്ടും കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ഫീൽഡിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ആർമേച്ചറിനകത്തോട്ട് ഒരു കറണ്ട്, ഈ വോൾട്ടേജ് കാരണം ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താ, ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറായി. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ആർമേച്ചർ ഒരു ഇതല്ലേ, അതായത് ഈ ആർമേച്ചറിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ക്രിയേറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ഇവിടെ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നത് ഏതാണ്, നമ്മുടെ ഫീൽഡ്. ഈ ഒരു ഫീൽഡ് വൈൻഡിങ് ആയിരിക്കും ഫിക്സഡ്. ആർമേച്ചർ വൈൻഡിങ് ആണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിന് വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് ഫിക്സഡ് ആക്കി വെച്ചത് കൊണ്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലൊന്നുണ്ടായിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആർമേച്ചറിനകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്തായി, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറായി. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഫോഴ്സ് ഉണ്ടാവും, ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഡി സി ഷണ്ട് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോ ദ ഫീൽഡ് വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു ദ ആർമേച്ചർ വൈൻഡിങ്. അതായത് ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും എന്താണ്, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സെയിം ഡി സി വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ കോമൺ ആയിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെൽഫ് എക്സൈറ്റഡിലൊക്കെ സെയിം ഡി സി വോൾട്ടേജ് ആണ് ഫീൽഡിനും ആർമേച്ചറിനും കൊടുക്കുന്നത്. അപ്പോ ദ ഷണ്ട് ബൗണ്ട് ഡി സി മോട്ടോർ ഈസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ. അതായത് ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ. അതായത് ഈ മോട്ടറിൽ നമ്മൾ വേറെ ലോഡ് കണക്ട് ചെയ്യൂലേ. അതായത് ഇതിപ്പോ എന്തെങ്കിലും ആപ്ലിക്കേഷനിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലിഫ്റ്റിനകത്ത് നമ്മൾ ഡി സി മോട്ടോർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ലോഡാണല്ലോ ആ ലിഫ്റ്റ്. അപ്പൊ അങ്ങനെ എത്ര ലോഡ് കൂടിയാലും കുറഞ്ഞാലൊക്കെ എന്താണ്, ഇത് സെയിം സ്പീഡിലായിരിക്കും ഈ ഡി സി മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുക. അതായത് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്. പിന്നെ അതാണ് ഈ പറഞ്ഞത്, സ്പീഡ് ഡസ് നോട്ട് വാരി ഹിയർ വിത്ത് ദ വേരിയേഷൻ ഓഫ് മെക്കാനിക്കൽ ലോഡ് ഓൺ ദ ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മെക്കാനിക്കൽ ലോഡ് വാരി ചെയ്യുന്നതിനനുസരിച്ച് മോട്ടറിന്റെ സ്പീഡിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അടുത്തത് നമുക്കറിയാം സീരീസ് ഡി സി മോട്ടോർ. സീരീസ് ഡി സി മോട്ടോർ എന്തായിരിക്കും, അതിന്റെ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഡി സി സപ്ലൈ കൊടുക്കും. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഡി സി സപ്ലൈ വഴി ഈ ആർമേച്ചറിലോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഈ ആർമേച്ചർ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറായ ആർമേച്ചർ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ ആർമേച്ചറിനകത്തൊരു മെക്കാനിക്കൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും.
അപ്പൊ അതാണ് പറഞ്ഞത്, ഫീൽഡ് വൈൻഡിങ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ ആർമേച്ചർ വൈൻഡിങ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ സീരീസ് ഫൗണ്ട് ഡി സി മോട്ടർ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ. നമ്മുടെ ഷണ്ട് മോട്ടർ കോൺസ്റ്റന്റ് സ്പീഡ് ആണെന്ന് പറഞ്ഞു, പക്ഷെ നമ്മുടെ സീരീസ് മോട്ടർ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ അല്ല. ദ സ്പീഡ് വാരി വിത്ത് ദ വേരിയേഷൻ ഓഫ് മെക്കാനിക്കൽ ലോഡ്. അതായത് മെക്കാനിക്കൽ ലോഡ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ സീരീസ് മോട്ടറിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യും. ഇനി അടുത്തതാണ് കോമ്പൗണ്ട് ഡി സി മോട്ടർ. നമുക്ക് ഓൾറെഡി അറിയുന്നത് തന്നെയാണ്, ഈ കോമ്പൗണ്ട് മോട്ടറിനകത്ത് എന്തുണ്ട്, ഒരു സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഒരു ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, അതായത് ഈ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് നമ്മുടെ ആർമേച്ചർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന് മൊത്തത്തിൽ പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന് മൊത്തത്തിൽ കോമൺ ആയിട്ട് നമ്മളിവിടെ ഒരു വോൾട്ടേജും കൊടുക്കും. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ മോട്ടറിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ്, ഔട്ട്പുട്ട് ആണ് മെക്കാനിക്കൽ ഫോഴ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഡി സി മോട്ടോർ. ഇപ്പൊ നമ്മള് ഫീൽഡ് കണക്ഷൻ അനുസരിച്ചുള്ള മൂന്നല്ല, ആദ്യം നമ്മൾ രണ്ട് മെയിൻ കാറ്റഗറി ഉണ്ട്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡും സെൽഫ് എക്സൈറ്റഡും. അതിനുശേഷം സെൽഫ് എക്സൈറ്റഡിലെ 3 കാറ്റഗറിയാണ് ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട്. ഇത് മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ, നമ്മൾ എവിടേക്കാണ് നമ്മൾ ഡി സി മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ അടുത്ത ടോപ്പിക്. അതായത് നമ്മൾ ഡി സി ഷണ്ട് മോട്ടോർ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡിഫറെന്റ് മെഷീൻ ടൂൾസിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ലെയ്ത്തിനകത്ത് ഈ കോൺസ്റ്റന്റ് സ്പീഡ് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ലെയ്ത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ബ്ലോവേഴ്സ്, ഫാനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡി സി ഷണ്ട് മോട്ടോർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡി സി സീരീസ് മോട്ടോർ എവിടെ യൂസ് ചെയ്യുക, ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ്, അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഇലക്ട്രിക് ട്രെയിനൊക്കെ, ഡി സി ഇലക്ട്രിക് ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ നമ്മുടെ ഡി സി നമ്മുടെ ഇലക്ട്രിക് വീൽ ചെയർ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് വീൽ ചെയർ ഒക്കെ ഉണ്ടാവില്ലേ, മൂവി ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്ന, മോട്ടോർ ഉപയോഗിച്ച് കണ്ടു പോകുന്ന അങ്ങനത്തേത്. പിന്നെ ഇലക്ട്രിക് മോട്ടോഴ്സ്, ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തേലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഡി സി സീരീസ് മോട്ടോർ ഉപയോഗിക്കാം. പിന്നെ ക്രെയിനോള്, കൺവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്ന കൺവെയർ ബെൽറ്റ് ഒക്കെ അല്ലേ. ഇപ്പൊ നമ്മുടെ എയർപോർട്ടിനകത്തൊക്കെ നമ്മുടെ ലഗേജ് ഒക്കെ വരുന്ന ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അതിനൊക്കെയാണ് നമ്മൾ കൺവെയർ എന്ന് പറയാം. അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ ഡി സി സീരീസ് മോട്ടോർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡി സി ഷണ്ട് മോട്ടോർ നമ്മൾ എലവേറ്റേഴ്സ്, അതുപോലെ റോളിംഗ് മില്ല്, ഐസ് മെഷീൻസ്, എയർ കംപ്രസേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഡി സി ഷണ്ട് മോട്ടോർ ഉപയോഗിക്കുക. ഇതൊക്കെ ഈ ഡി സി ഷണ്ട് മോട്ടോർ യൂസ് ചെയ്യും. അതായത് ഡി സി ഷണ്ട് അല്ല, ഇത് ഡി സി കോമ്പൗണ്ട് മോട്ടറാണ്. സോറി, ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, കോമ്പൗണ്ട് മോട്ടറാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്തൊന്ന് നോക്കുക, കോമ്പൗണ്ട് മോട്ടോർ യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലാണ് ഇത് അപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എ സി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു എലവേറ്റർ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു എയർ കംപ്രസർ, ഇപ്പൊ നമ്മളൊരു പഞ്ചർ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എയർ കംപ്രസർ ഉണ്ടാവും. ആ കംപ്രസർ ഒക്കെ എന്ന് പറഞ്ഞാൽ എ സി മോട്ടോർ ഉപയോഗിച്ച് കണ്ടാണ് വർക്ക് ചെയ്യുക. പക്ഷെ നമ്മളെ ഒരു ഡി സി മോട്ടോർ ഉപയോഗിക്കുന്ന ഒരു എയർ കംപ്രസർ ഉണ്ടെന്ന് വിചാരിക്കുക, ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ മൊബൈൽ പഞ്ചറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബൈക്കിലൊക്കെ വന്നിട്ട് നമ്മള് അവര് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ വന്നിട്ട് നമ്മൾ ആ കംപ്രസർ എന്ത് ചെയ്യും, അവരെ വണ്ടിയിലെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തിട്ട് അത് കംപ്രസ് ചെയ്തിട്ട് എയർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ പഞ്ചറൊക്കെ അടക്കുന്ന മൊബൈൽ പഞ്ചർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡി സി മോട്ടർ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും, ഡി സി കോമ്പൗണ്ട് മോട്ടർ ആയിരിക്കും. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും എ സി ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ ഡി സി ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പൊ ഒരു ഡി സി മോട്ടർ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ടൂൾ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ അതിലുണ്ടാകുന്ന ഡി സി മോട്ടർ എന്ന് പറഞ്ഞാൽ എ സി ഡി സി ഷണ്ട് മോട്ടർ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലെയ്ത്ത് എവിടെയെങ്കിലും ഡി സി മോട്ടർ ഉപയോഗിക്കുന്ന ഒരു ലെയ്ത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ കോളേജിലെ ലാബിലൊക്കെ ഉള്ളത് നമ്മുടെ എ സി മോട്ടോഴ്സാണ് അതിനകത്തൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പൊ ഒരു കോൺസ്റ്റന്റ് സ്പീഡുള്ള ഒരു ലെയ്ത്ത് ഒരു ഡി സി മോട്ടർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ആ ഉപയോഗിക്കുന്ന ഡി സി മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി ഷണ്ട് മോട്ടർ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ എ സി ഉപയോഗിച്ചുകൊണ്ടും എ സി മോട്ടോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡി സി റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് ഒരു ഡി സി മോട്ടർ ഉപയോഗിക്കുന്നു വിചാരിച്ചാൽ അത് ഡി സി ഷണ്ട് മോട്ടർ ആയിരിക്കും. അതാണ് പറഞ്ഞത്. അപ്പോ കോമൺ ആയിട്ട് നമ്മൾ എ സി മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയാനുള്ളത്. നമ്മുടെ എന്തൊക്കെയാണ് പഠിച്ചത്, അതായത് കാരണം ഡി സി മോട്ടോർ നമ്മൾ ഇനി കൂടുതൽ ഇലാബറേറ്റ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒന്നും പഠിക്കാനില്ല. ഇനിയിപ്പോ കൺസ്ട്രക്ഷൻ ചോദിച്ചാൽ തന്നെ നമ്മുടെ ഡി സി ജനറേറ്ററിന്റെ അതേ കൺസ്ട്രക്ഷൻ തന്നെ, അതിന്റെ കമ്മ്യൂട്ടേറ്റർ, അതിന്റെ സ്റ്റേറ്റർ, റോട്ടർ എന്ന് പറഞ്ഞ ആർമേച്ചർ, പിന്നെ ബ്രഷ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അപ്പൊ അതാണ് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അത് ജസ്റ്റ് വർക്കിംഗ് പറയുന്നത്, വർക്കിംഗിന്റെ ഒരു തിയറി പറഞ്ഞ് അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ശേഷം അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ക്ലാസ് ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും കൂട്ടുകാർക്കൊക്കെ, നിങ്ങൾ വേറെ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം
അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.